വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അഡോപ്ഷൻ അണ്ടർ ജനറൽ ലോ. മെയിനായിട്ട് JJ ആക്ട് ആണ് വരുന്നത്. ഒരു കോട്ട് പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. അഡോപ്ഷൻ ഈസ് വെൻ എ ചൈൽഡ് ഗ്രൂ ഇൻ മമ്മീസ് ഹാർട്ട് ഇൻസ്റ്റെഡ് ഓഫ് എ ടമ്മി. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. വാട്ട് ഈസ് അഡോപ്ഷൻ? As defined by Section 2(2) of Juvenile Justice Care and Protection Act 2015, adoption is the process of permanently separating the adopted child from his or her biological parents and becoming the legal parents of the parent of all pet rights, privileges and responsibilities associated with the biological child. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനൻ്റ്ലി ഒരു അഡോപ്റ്റഡ് ചൈൽഡിന് ആ കുട്ടിയുടെ ബയോളജിക്കൽ പാരൻസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് അഡോപ്റ്റീവ് പാരൻസിന് എല്ലാ റൈറ്റ്സും കിട്ടുന്നു. ഒരു ബയോളജിക്കൽ പാരൻറ്റിന് എന്തൊക്കെ റൈറ്റ് ഒരു കുട്ടിയിലുണ്ടോ ആ റൈറ്റുകളെല്ലാം ആ ഒരു അഡോപ്റ്റഡ് പാരൻസിന് കിട്ടുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അഡോപ്ഷൻ എന്ന് പറയുന്നത്. ഗാർഡിയൻസ് ആൻഡ് ആക്ട് 1890 ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആക്ട്. It was the personal law for adoption of Christian, Muslim, Paris and Jews. നമ്മുടെ ഇതിൽ അഡോപ്ഷൻ, നമ്മുടെ നിയമങ്ങളിൽ അഡോപ്ഷന് ഉള്ള ഒരു നിയമം എന്ന് പറയുന്നത് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് സക്സഷൻ ആക്റ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഒന്നും അഡോപ്ഷൻ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിലവന്ന ഒരു പേഴ്സണൽ ലോയാണ് ഗാർഡിയൻ ആൻഡ് വാർഡ്സ് ആക്ട് 1890. പക്ഷേ അതിൻ്റെ റെലവൻസ് എല്ലാം പോയി നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2000 വന്നപ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് നിലനിന്നിരുന്ന ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വരുന്നതിന് മുൻപ് നിലനിന്നിരുന്ന ഒരു ആക്റ്റാണ് ഗാർഡിയൻ ആൻഡ് വാർഡ്സ് ആക്ട് 1890. ഹൂ ക്യാൻ ബി അഡോപ്റ്റഡ്? ചിൽഡ്രൻ അപ് ടു 18 years ഓഫ് ഏജ് ക്യാൻ ബി അഡോപ്റ്റഡ്. അപ്പോൾ 18 years ആകാത്ത 18 years എന്ന പ്രായത്തിന് മുൻപുള്ള എല്ലാ കുട്ടികളെയും നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ക്വാളിഫിക്കേഷൻ ഓഫ് പ്രോസ്പെക്റ്റീവ് അഡോപ്റ്റീവ് പാരൻസ് അത് പറയുന്നത് സെക്ഷൻ 57-ലാണ്. അപ്പോൾ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. അപ്പോൾ സെക്ഷൻ 57 നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ക്വാളിഫിക്കേഷൻ ഓഫ് പ്രോസ്പെക്റ്റീവ് അഡോപ്റ്റീവ് പാരൻസ്. ഒരു അഡോപ്റ്റീവ് പാരൻസിന് എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് വേണ്ടത്? ഫസ്റ്റ് വൺ, മസ്റ്റ് ബി ഫിസിക്കലി ഹെൽത്തി, financially sound and mentally alert and must be highly motivated to adopt a child for good growth. അപ്പോൾ ആ ഒരു അഡോപ്റ്റ് ചെയ്യുന്ന പാരൻ്റ് എന്ന് പറയുന്നത് ഫുൾ ഹെൽത്തി, ഫിസിക്കലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു കുട്ടിയെ നോക്കാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ആളായിരിക്കണം, നല്ല മെൻ്റൽ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ വളരെ ആഗ്രഹത്തോടെ മാത്രമായിരിക്കണം അയാൾ ആ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഇൻ ദ കേസ് ഓഫ് കപ്പിൾ, ഇതിപ്പോൾ ഒരു കപ്പിളാണ് ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൺസെൻറ്റ് ഓഫ് ബോത്ത് പാർട്ട്നേഴ്സ് റിക്വയർ ഫോർ അഡോപ്ഷൻ. രണ്ട് കപ്പിളിൻ്റെ കേസാണെങ്കിൽ രണ്ട് പാർട്ടീസിൻ്റെയും കൺസെൻറ്റ് നിർബന്ധമാണ്. ഓക്കെ, ഇനി ഒരു സിംഗിളോ അല്ലെങ്കിൽ ഡിവോഴ്സ് പേഴ്സൺ ആണെങ്കിൽ നമ്മുടെ അതോറിറ്റി കുറച്ച് റൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ റൂൾസ് പ്രകാരമായിരിക്കണം അഡോപ്ഷൻ നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ കപ്പിളാണെങ്കിൽ രണ്ടുപേരുടെയും കൺസെൻറ്റ് വേണം. സിംഗിളോ ഡിവോഴ്സ്ഡോ ആണെങ്കിൽ നമ്മുടെ അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ആ റൂൾസ് അനുസരിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇനി ഒരു സിംഗിൾ മാൻ ആണെങ്കിൽ ഹി ഈസ് നോട്ട് എലിജിബിൾ ടു അഡോപ്റ്റ് എ ഗേൾ ചൈൽഡ്. സിംഗിൾ മാൻ ആണ് അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ഒരു ഗേൾ ചൈൽഡിനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. No child will be allowed to be adopted if the couple has not been in a permanent relationship for at least 2 years. 2 വർഷമെങ്കിലും ഒരു പെർമനൻറ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന, മാരേജ് തന്നെ ആവണമെന്നില്ല, പെർമനൻറ്റ് റിലേഷൻഷിപ്പിലുള്ള കപ്പിൾസിന് മാത്രമേ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 2 years ആണ് കണ്ടീഷൻ പറയുന്നത്. As on the date of registration, the eligibility of the adoptive parents will be calculated and the eligibility of the adoptive parents to apply for children of different ages will be as follows. Okay, അപ്പോൾ ഏജിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണ് ഇവിടെ പറയുന്നത്. The minimum age difference between the child and either of the prospective parents
the minimum age difference between the child and either of the prospective parents. ചൈൽഡും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോസ്പെക്റ്റീവ് ഒരു പാരൻറ്റിൻ്റെ ഏജിൽ ബിറ്റ്വീൻ ദ ചൈൽഡ് എന്ന് പറയുന്നത് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 25 years. 25 yearsൽ കുറയാനായിട്ട് പാടില്ല. Shall not be less than 25 years. Then next one, the age criteria for prospective adoptive parents shall not be applicable in case of relative adoption. നമ്മൾ റിലേറ്റീവ് അഡോപ്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോൾ റിലേറ്റീവ് അഡോപ്ഷൻ എന്ന് പറഞ്ഞ പേര് കേട്ടുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ റിലേറ്റീവ് അഡോപ്ഷൻ്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ 25 yearsൽ കൂടുതൽ ഉണ്ടാകണം എന്ന് പറയുന്ന ക്രൈറ്റീരിയ ആപ്ലിക്കബിൾ അല്ല. ഈ 25 yearsൽ കൂടുതൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? ദ മിനിമം ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് എയ്തർ ഓഫ് ദ പ്രോസ്പെക്റ്റീവ് പാരൻസ്. അപ്പോൾ അത് നമ്മൾ ഏകദേശം നമുക്ക് 21 years എങ്കിലും ആവാതെ നമുക്ക് അഡോപ്ഷൻ നടത്താനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഏകദേശം ഒരു 25 years ഒക്കെ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. എനിവേ, അപ്പോൾ 25 years ഡിഫറൻസ് ഉണ്ടായിരിക്കണം. റിലേറ്റീവ് അഡോപ്ഷൻ ആണെങ്കിൽ അത് ബാധകമല്ല. കപ്പിൾസ് വിത്ത് 3 or more children shall not be considered for adoption. ഒരു കപ്പിളിന് 3-ൽ കൂടുതൽ കുട്ടികളോ 3-ൽ കൂടുതലോ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അഡോപ്ഷൻ നടത്താനായിട്ട് പറ്റില്ല. പക്ഷേ ഇവിടെയും ചില സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ നമുക്ക് നടത്താനായിട്ട് പറ്റും. എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് സ്പെഷ്യൽ നീഡ് ചിൽഡ്രൻ, ഹാർഡ് ടു പ്ലേസ് ചിൽഡ്രൻ ആൻഡ് ഇൻ കേസ് ഓഫ് റിലേറ്റീവ് അഡോപ്ഷൻ ആൻഡ് അഡോപ്ഷൻ ബൈ സ്റ്റെപ്പ് പാരൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഏജ് ക്രൈറ്റീരിയ. അതുപോലെ തന്നെ ഏജ് ക്രൈറ്റീരിയ ഇല്ലാത്ത സാഹചര്യം ഒക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ സെക്ഷൻ 57 നോക്കി. ഇനി സെക്ഷൻ 58ലേക്ക് കിടക്കാം. ഇൻ കേസ് ഓഫ് അഡോപ്ഷൻ ബൈ ഇന്ത്യൻ പാരൻസ് ലിവിങ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ പാരൻസ് ആണ്, അവർ ജീവിക്കുന്നതും ഇന്ത്യയിൽ തന്നെയാണ്. ഓക്കെ, അതാണ് 58ൽ പറയുന്നത്. അവരുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് അവരെന്ത് ചെയ്യണം? അപ്ലൈ ടു സ്പെഷ്യൽ അഡോപ്ഷൻ ഏജൻസി. സ്പെഷ്യൽ അഡോപ്ഷൻ ഏജൻസിക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞൊരു ഹോം സ്റ്റഡി റിപ്പോർട്ട് ഓഫ് പാരൻസ് പ്രിപ്പറേഷൻ നടത്തും. അപ്പോൾ ആ സ്പെഷ്യൽ അഡോപ്ഷൻ ഏജൻസി എന്ത് ചെയ്യും? ഒരു ഹോം സ്റ്റഡി റിപ്പോർട്ട് പാരൻസിനെ കുറിച്ച് കണ്ടക്ട് ചെയ്യുന്നു. ദെൻ റെഫറൽസ് ഓഫ് ചൈൽഡ്, അതായത് മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് ചൈൽഡ്, ഓൾഡർ ഹിസ്റ്ററീസ് ഓഫ് ചൈൽഡ് എക്സെട്ര കളക്റ്റഡ് ഇൻ ദിസ് പ്രോസസ്. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? പ്രീ അഡോപ്ഷൻ ഫോസ്റ്റർ കെയർ നടത്തും. ജസ്റ്റ് ഒരു പ്രീ അഡോപ്ഷനായിട്ടൊരു കുറച്ച് നാളത്തേക്ക് ഒരു ഇത്ര ലിമിറ്റ് സമയത്തേക്ക് നിങ്ങൾക്ക് അഡോപ്ഷൻ ചെയ്ത് ഞങ്ങളത് നോക്കി കാണുമെന്നുള്ളൊരു സംഭവമാണ് ഈ പ്രീ അഡോപ്ഷൻ കെയർ എന്ന് പറയുന്നത്. ദെൻ അഡോപ്ഷൻ ഓർഡർ വരും. ദെൻ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. ബർത്ത് സർട്ടിഫിക്കറ്റിൽ എന്താണ് മെയിനായിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത്? പാരൻസിൻ്റെ നെയിം ചേഞ്ച് ആവും. ഓക്കെ, ദെൻ ഫോളോ പ്രോസസ് ഓഫ് അഡോപ്റ്റഡ് ചൈൽഡ്. ഒരു 2 years ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അത്ര വർഷത്തോളം ആ ഒരു അഡോപ്ഷൻ കഴിഞ്ഞും ചൈൽഡ് നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ടോ എന്നറിയാനായിട്ടുള്ളൊരു ഫോളോ അപ്പ് പ്രോസസ്സും ഇവിടെ നടക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് സെക്ഷൻ 60. ഇൻ കേസ് ഓഫ് അഡോപ്ഷൻ ബൈ റിലേറ്റീവ്സ് ആണ് അഡോപ്ഷൻ ചെയ്യുന്നതെങ്കിലുള്ള കേസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കമ്പീറ്റൻറ്റ് കോർട്ട് ഏതാണോ ആ കോർട്ടിൽ ചെന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. നമ്മളാണ് റിലേറ്റീവ് പാരൻ്റ് എങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക. ദെൻ ആ ഒരു ഒബ്റ്റെയിനിങ് സർട്ടിഫൈഡ് ഓർഡർ, അങ്ങനെ എന്തായാലും ഓർഡർ വിധി വരും. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അവർ കറക്റ്റായിട്ട് നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് മനസ്സിലാവുകയാണെങ്കിൽ അപ്പം തന്നെ വിധി വരും. അതാണ് സെക്ഷൻ 60 പറയുന്നത്. സെക്ഷൻ 61 പറയുന്നത് കോർട്ട് പ്രൊസീജിയർ ആൻഡ് പെനാൽറ്റി അഗെയിൻസ്റ്റ് പാരൻസ് ഇൻ കൺസിഡറേഷൻ ഓഫ് അഡോപ്ഷൻ. ഓക്കെ, ഒരു കൺസിഡറേഷൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അഡോപ്ഷൻ നടത്തുന്നതെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പെനാൽറ്റിയും കോർട്ട് പ്രൊസീഡിങ്സും ഒക്കെയാണ്. നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്ന കുട്ടിക്ക് അത്യാവശ്യം കുറച്ച് പൈസയുണ്ട്. ആ പൈസ മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ ആ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവം വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അഡോപ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ വെൽഫെയർ ഓഫ് എ ചൈൽഡ്. ഒരു ചൈൽഡിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഡോപ്ഷൻ നടത്തുന്നത്. Due consideration is given to the wish of the child having regard to the age and understanding of the child. അതുപോലെ തന്നെ നോ പേയ്മെൻറ്റ് ഓർ റിവാർഡ് ഇൻ കൺസിഡറേഷൻ ഓഫ് ദ അഡോപ്ഷൻ നമ്മൾ ഒരിക്കലും റിസീവ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, നോ പേയ്മെൻറ്റ് ഓർ റിവാർഡ്. ദെൻ ദ അഡോപ്ഷൻ പ്രൊസീഡിങ് ഷാൽ ബി ഹെൽഡ് ഇൻ ക്യാമറ. ഒരു ക്യാമറയിൽ വേണം അത് ഹെൽഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കേസ് ഷാൽ ബി ഡിസ്പോസ് ബൈ ദ കോർട്ട് വിത്തിൻ എ പീരീഡ് ഓഫ് 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഫയലിംഗ്. ഡേറ്റ് ഓഫ് ഫയലിംഗ് കഴിഞ്ഞ് 2 months തന്നെ
ഈ ഒരു പ്രോസസ്സ് എല്ലാം തീർത്തിരിക്കണം. അടുത്തത് 63 ആണ്. സെക്ഷൻ 63 എഫക്റ്റ് ഓഫ് അഡോപ്ഷൻ. നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. ദ അഡോപ്റ്റീവ് പാരന്റ് ഷാൽ ബിക്കം ദ പാരന്റ് ഓഫ് ദി ചൈൽഡ്. പാരന്റ് ആയിട്ട് മാറും. ആസ് ഇഫ് ദ ചൈൽഡ് ഹാഡ് ബീൻ ബോൺ ടു ദ അഡോപ്റ്റീവ് പാരന്റ്സ് ഫോർ ഓൾ പർപ്പസ് ഇൻക്ലൂഡിങ് ഇൻസെൻറ്റിവ്. എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും ആ കുട്ടിക്ക് കിട്ടിയിരിക്കണം. ഓക്കെ. The next one, any property which has vested in the adopted child immediately before date on which the adoption order take effect shall continue to vest in adopted child subject to obligation if any attached to ownership of such property. ഓക്കെ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള വസ്തുക്കളും കുട്ടിക്ക് ഉണ്ടായിരുന്നതെല്ലാം ആ കുട്ടിയുടെ പേരിൽ തന്നെ വെസ്റ്റ് ചെയ്ത് വെക്കണം. പാരൻസ് ഇപ്പോഴത്തെ അഡോപ്റ്റീവ് പാരൻസ് കൊടുത്തതാവട്ടെ അല്ലെങ്കിൽ ആ കുട്ടിക്ക് നേരത്തെ കിട്ടിയതാവട്ടെ എല്ലാം ആ കുട്ടിയുടെ പേരിൽ തന്നെ ഉണ്ടാവണം. ചില സാഹചര്യങ്ങളിൽ മാത്രമേ അത് മാറ്റം വരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ 63 വരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ 65 പറയുന്നത് സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസീസിനെ കുറിച്ചാണ്. ദെൻ 67 സ്റ്റേറ്റ് റിസോഴ്സ് ഏജൻസി. എല്ലാ സ്റ്റേറ്റിലും നമുക്ക് ഒരു അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി ഉണ്ടാവും. അതുപോലെ തന്നെ സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി ഉണ്ടാവും. അതാണ് 68 പറയുന്നത്. 69 സ്റ്റിയറിംഗ് കമ്മിറ്റി ഓഫ് അതോറിറ്റി. അടുത്തൊരു സാഹചര്യമാണ് പ്രൊസീജിയർ ഇൻ കേസ് ഓഫ് ഓർഫൻ ഓർ അബൻഡൻ ചിൽഡ്രൻ. ഓക്കെ. അങ്ങനെയുള്ള കേസിൽ എന്താണ്? ലീഗലി ഫ്രീ ആണ് അഡോപ്ഷന്. പക്ഷെ ഡിക്ലറേഷൻ ഷുഡ് ബി മെയ്ഡ് വിത്തിൻ 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ ചൈൽഡ് ഇൻ കേസ് ഹി ഓർ ഷീ ഈസ് അപ് ടു 2 years ഓഫ് ഏജ്. 2 years ഓഫ് ഏജ് ആ കുട്ടിക്കുള്ളൂ എങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു ഡിക്ലറേഷൻ 2 മാസത്തിനുള്ളിൽ തന്നെ കൊടുക്കണം. അതിൽ കൂടുതലാണെങ്കിൽ 2 yearsൽ കൂടുതലാണെങ്കിൽ 4 months വരെ എടുക്കാം, വിത്തിൻ 4 months. ദെൻ പ്രൊസീജിയർ ഇൻ കേസ് ഓഫ് ഓർഫൻ ഓർ സറണ്ടർ ചിൽഡ്രൻ. ഓർഫൻ ആൻഡ് അബൻഡൻ ചിൽഡ്രൻ നമ്മൾ പറഞ്ഞു. ഇനി സറണ്ടർ ആയിട്ടുള്ള, അതായത് അച്ഛനും അമ്മയ്ക്കും വളർത്താനായിട്ട് സാഹചര്യം ഇല്ലാത്തവരാണെങ്കിൽ, അങ്ങനത്തെ ചൈൽഡ് ആണെങ്കിൽ surrendered child, parent or guardian are given 2 months time after surrendering the child to reconsider the decision. ചൈൽഡിനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും 2 months സമയം കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് മാറാം എന്ന് പറഞ്ഞു. ആ സമയം കഴിഞ്ഞിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയും കിട്ടിയില്ല എങ്കിൽ അവർക്ക് സമ്മതമാണ് എന്ന് കണക്കാക്കും. ഓക്കെ. ഫോർ ദ പീരീഡ് ലാപ് ദ ചൈൽഡ് ഈസ് ലീഗലി ഡിക്ലെയർഡ് ടു ബി ഫ്രീ ഫോർ അഡോപ്ഷൻ. Is there any minimum income level for parents to be eligible to adopt a child? എന്തെങ്കിലും ഒരു ഇൻകം പറയുന്നുണ്ടോ? ഇത്ര ഇൻകം വേണമെന്ന് പറയുന്നുണ്ടോ? അങ്ങനെ ഒരു ഇൻകം വേണമെന്നും പറയുന്നില്ല. ആ ഹോം സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ കുട്ടിയെ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്ന ഒരു ആളാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ അഡോപ്ഷൻ നടത്താവുന്നതാണ്. There is no minimum income level as the eligibility criteria specified in Adoption Regulation 2019 for the purpose of adoption of the child. However, by conducting the home study, the capacity and motivation of the prospective adoptive family to provide reasonable living standard to the child will be assessed. How much does it charge to adopt a child in India? എത്ര രൂപ ചിലവാകും ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ? As per the Adoption Regulation 2017, SAA will charge 6,000 as fee for home study report. Home study reportന് വേണ്ടിയിട്ട് 6,000, 40,000 as child care corpus fee 40,000, then 2,000 for each post adoption follow up visit. ഫോളോ അപ്പ് വിസിറ്റ് 2 വർഷം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 2 വർഷമാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ 2 വർഷവും വിസിറ്റ് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ 2,000 വെച്ച് കൊടുക്കണം. ഓക്കെ. ദെൻ പ്രോബ്ലം വിത്ത് ദ ന്യൂ സെൻട്രലൈസ്ഡ് ഓൺലൈൻ അഡോപ്ഷൻ സിസ്റ്റം. ഇത്രേ ഉള്ളൂ. ആ സത്യത്തിൽ ഈ ഒരു സെൻട്രലൈസ്ഡ് ഓൺലൈൻ അഡോപ്ഷൻ സിസ്റ്റം കൊണ്ടുവന്നത് സ്പീഡി ആയിട്ട് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് ഒരുപാട് ആവുന്നത് കൊണ്ട്, ഒരുപാട് വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ളത് കൊണ്ടാണ്, ഒരു സ്പീഡി ആക്കാനായിട്ടാണ് നമ്മൾ ശരിക്കും ഇത് കൊണ്ടുവന്നത്. പക്ഷേ എയിം ഓഫ് സ്പീഡിങ് അപ്പ് ആൻഡ് മേക്കിംഗ് ദ അഡോപ്ഷൻ പ്രോസസ് മോർ ട്രാൻസ്പെറൻറ്റ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് സെൻട്രൽ അഡോപ്ഷൻ അതോറിറ്റി ആയിരുന്നു അവരുടെ ഉദ്ദേശം. പെട്ടെന്ന് നടത്തുക എന്നതായിരുന്നു ഉദ്ദേശം. പക്ഷേ അതൊരു ക്രിയേറ്റ് ലാർജ് വെയിറ്റിംഗ് ലിസ്റ്റ്, ഒരുപാട് വെയിറ്റിംഗ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഡിഫിക്കൽട്ടീസ് ഫേസ് ബൈ ദ ആപ്ലിക്കൻസ് ഇൻ ദ റൂറൽ ഏരിയാസിലുള്ളവർക്ക് ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അഡോപ്ഷൻ നടത്താനായിട്ടും അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് അല്ലാത്തവർക്കും അഡോപ്ഷൻ നടത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടായി ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. ഇനി നമുക്ക് കുറച്ച് ഫേമസ് കേസസ് നോക്കാം. ഇൻ ദ കേസ് ഓഫ് മാനുവൽ തിയോഡർ ഡിസൂസ, the Bombay High Court also observed that the right to adoption, being a fundamental right, must be capable of enforcement through civil court.
if it fails within the ambit of section 9 of civil procedure code. Civil procedure code section 9 പറയുന്ന രീതിയിലാണെങ്കിൽ ഈ ഒരു അഡോപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് കണക്കാക്കപ്പെടും. അതുപോലെ തന്നെ സിവിൽ കോർട്ട് വഴി നമുക്ക് എന്തെങ്കിലും വയലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ മൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇറ്റ് വാസ് ഓൾസോ ഒപ്പൻ ദാറ്റ് ദ ഡിസ്ട്രിക്ട് കോർട്ട് ഓർ ഹൈക്കോർട്ട് ഹാസ് എ ജൂറിഡിക്ഷൻ ടു ഡീൽ വിത്ത് ക്വസ്റ്റ്യൻ റിലേറ്റിംഗ് ടു അഡോപ്ഷൻ ആസ് ദ കോർട്ട് നോർമലി ഡീൽസ് വിത്ത്. സാധാരണ ഒരു ഹൈക്കോർട്ട് അല്ലെങ്കിൽ സാധാരണ ഒരു ഡിസ്ട്രിക്ട് കോർട്ടോ ഹൈക്കോർട്ടോ ഒക്കെ ഡീൽ ചെയ്യുന്നത് ഡിസ്പ്യൂട്ട്സ് റിഗാർഡിങ് കസ്റ്റഡി ഗാർഡിയൻഷിപ്പ് ഒക്കെയാണ്. പക്ഷെ അവർക്ക് വേണമെങ്കിൽ ചില സാഹചര്യങ്ങളിൽ അഡോപ്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളും ഡീൽ ചെയ്യാനായിട്ട് പറ്റും. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ ഫേമസ് കേസ് ആയിട്ടുള്ള മാനുവൽ തിയോഡൻ ഡിസൂസയിൽ പറയുന്നത്. Then Andrew Mandas and others versus State of Kerala. As per section 7(1)(g) of Family Court Act, the Family Court has the power and jurisdiction to deal with the question of guardianship. അപ്പോൾ as per section 7 clause 1 clause G of Family Court Actൽ പറയുന്നത് പോലെ നമ്മുടെ ഫാമിലി കോർട്ടിന് ജൂറിഡിക്ഷനും പവറും ഒക്കെ ഉണ്ട്. എന്തിന്? ടു ഡീൽ വിത്ത് ദ ക്വസ്റ്റ്യൻ ഓഫ് ഗാർഡിയൻഷിപ്പ്. ദെൻ നെക്സ്റ്റ് ഒരു കേസ് വന്നത് മാൻഡേറ്ററി റിക്വയർമെൻറ്റ് ഓഫ് NOC. ഞാൻ പറഞ്ഞത് എബ്രോഡ് ആയിട്ടുള്ള പാരൻസ് ആണെങ്കിൽ NOC വേണമെന്ന് നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പറഞ്ഞൊരു കേസായിരുന്നു ഇത്. ഓക്കെ, then another one is inter-country adoption to be scrutinized by expert committee. Inter-country adoption നടത്തണമെങ്കിൽ ആ പാരന്റിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ, അഡോപ്റ്റീവ് പാരന്റിനെ കുറിച്ച് നല്ല രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ആയിരിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ചുമതല ഏൽപ്പിക്കേണ്ടത്. ഓക്കെ, ഇന്റർ-കൺട്രി അഡോപ്ഷൻ ഷുഡ് ബി അലൗഡ് ഓൺലി ആഫ്റ്റർ ഫുൾ ആൻഡ് പ്രോപ്പർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഈസ് റെക്കോർഡഡ് by all the agencies included in the committee of experts. Wherever reference to such a committee is considered necessary, Kerala may have a similar expert committee at state level. Okay, state level അങ്ങനത്തെ expert committee already ഉണ്ട് Kerala. Okay, then the other important case എന്ന് പറയുമ്പോഴത്തേക്കും adoption petition must be expediently disposed. അതായത് any delay on part of any authority including judicial officers result in delayed bonding with their adoptive families and consequent their overall welfare is prejudicially affected. ഒരു ഡിലേ ഉണ്ടായതുകൊണ്ട് അവരുടെ എല്ലാ പദ്ധതികളും ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ the court taking adoption petition shall only consider the final and cultural background of the adoptive parents and the NOC of Kerala when disposing of adoptive petition. All such petitions shall be disposed of most expediently. Okay. Then confidentiality of biological parents. അതായത് ബയോളജിക്കൽ പാരൻസിന് ഇത് എൻ്റെ കുട്ടിയാണ് എന്ന് അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ബാക്കിയുള്ളവർ അറിയണ്ട എന്നുള്ളൊരു ആഗ്രഹമാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ സം ഓഫ് ദ ബെസ്റ്റ് പ്രാക്ടീസ്. അതായത് നമ്മളിപ്പോൾ കോവിഡ് വന്നതുകൊണ്ട് തന്നെ CWC visit the agency instead of agency producing the child before CW within 24 hours. Okay, അതുപോലെ തന്നെ court is clear in the case in the first hearing itself. അപ്പോൾ ഈ ഒരു മഹാമാരി വന്നതുകൊണ്ട് തന്നെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കൗൺസിലിംഗ് എഫോർട്ട് ബൈ DCPA for rehabilitation of older child. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊറോണ വന്നതുകൊണ്ട് തന്നെ കുറച്ച് നല്ല കാര്യങ്ങളും നടന്നു. ഓക്കെ, finally conclusion. Despite the effort of the government and the authority to find a right home for the abandoned or surrendered children, the rate of adoption in India still stays low and doesn't seems to be increasing. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അബൻഡനും അതുപോലെ തന്നെ സറണ്ടർഡ് ആയ ചിൽഡ്രനൊക്കെ ഒരു ഹോം ഉണ്ടാക്കി കൊടുക്കുക എന്നതായിരുന്നു. എന്നിട്ട് കൂടി ഇതുപോലെയുള്ള ആക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കൂടി ആ ഒരു അഡോപ്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം കുറവാണ്. Not only it can be because of the time consuming process of adoption. അത് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്ര പ്രോസസ്സ് കഴിഞ്ഞിട്ടാണല്ലേ എത്തുന്നത്. അപ്പോൾ ആ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് കൊണ്ട് മാത്രമായിരിക്കില്ല അത്. The perception of Indians regarding adoption can be one of the another contributing factors. അപ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാട് കൂടിയാണ് അതിൽ ഉൾപ്പെടുന്നത്. അതിന് മെയിനായിട്ടുള്ള എക്സാമ്പിളാണ് മോസ്റ്റ് പാരൻസ് വാണ്ട് എ ചൈൽഡ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 0 and 2 years. All as they believe parent-child bond is created during infancy. മിക്കവർക്കും എത്ര ഏജ് വരെയുള്ളതാണ്, 0 തൊട്ട് 2 years വരെയുള്ള കുട്ടികളെയാണ് വേണ്ടത്. കാരണം
അപ്പോഴാണ് പാരൻറ്റ് ചൈൽഡ് ബോണ്ട് ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ത്യൻസ് മുഴുവൻ. അതുകൊണ്ടാണ്. ഓക്കെ, ഇഫ് മോർ പാരൻസ് ആർ വില്ലിംഗ് ടു അഡോപ്റ്റ് ദ റേറ്റ് ഓഫ് അഡോപ്ഷൻ ഇൻ ഇന്ത്യ ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ്. അങ്ങനെ വിചാരിക്കാതെ വേറെ പ്രായമുള്ള കുട്ടികളെയും കൂടി അഡോപ്റ്റ് ചെയ്യാമെന്നൊരു കാഴ്ചപ്പാട് വന്നു കഴിഞ്ഞാൽ എന്താകും? നമ്മുടെ അഡോപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇവിടെ കൂടും എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.